നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാടാനപ്പള്ളിയിൽ RSS നേതാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിൽ പ്രതിഷേധിച്ച് വാടാനപ്പള്ളി മേഖലയിൽ നടത്തിയ ഹർത്താൽ പൂർണ്ണം. സംഭവവുമായി ബന്ധപ്പെട്ട് 10 DYFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. SNDP യോഗം വലപ്പാട് പഞ്ചായത്ത് മൈക്രോ ഫിനാൻസ് വാർഷികവും കുടുംബസംഗമവും നടത്തി. എടത്തിരുത്തി 12ാം വാർഡ് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ KP ധനപാലൻ MP ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വാടാനപ്പള്ളി ഗണേശമംഗലത്ത് RSS നേതാക്കളെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് സംഘപരിവാർ വാടാനപ്പള്ളി മേഖലയിൽ നടത്തിയ ഹർത്താൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ഓട്ടോറിക്ഷകൾ നിരത്തിൽ ഇറങ്ങിയില്ല. തളിക്കുളം, ഏങ്ങണ്ടിയൂർ, വാടാനപ്പള്ളി പഞ്ചായത്തുകളിലാണ് ഹർത്താൽ ആചരിച്ചത്. വെള്ളിയാഴ്ച രാത്രിയാണ് RSS ഏങ്ങണ്ടിയൂർ മണ്ഡലം സേവാ പ്രമുഖ് കോക്കാന്തറ അനിൽകുമാർ, വാടാനപ്പള്ളി മണ്ഡലം കാര്യവാഹക് കാരിക്കന്തറ അനിൽകുമാർ എന്നിവരെ ഒരു സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇരുവരും അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. സംഘർഷാവസ്ഥയെ തുടർന്ന് വാടാനപ്പള്ളി മേഖലയിൽ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. RSS നേതാക്കൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് സംഘപരിവാർ സംഘടനകൾ വാടാനപ്പള്ളിയിൽ പ്രകടനം നടത്തി. ഗണേശമംഗലത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം വാടാനപ്പള്ളി സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ചാവക്കാട് താലൂക്ക് കാര്യവാഹക് CR രാജേഷ് ഉദ്ഘാടനം ചെയ്തു. KS റിനീഷ്, PV ചന്ദ്രബാബു, AR അയ്യപ്പൻ, EV രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിനിടെ ഗണേശമംഗലം ക്ഷേത്രത്തിനകത്ത് ഗുരുദേവ പ്രതിമയുടെ ചില്ല് തകർത്തതിനെതിരെയും പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. വലപ്പാട് CI KT സലിൽകുമാർ, വാടാനപ്പള്ളി SI KS സന്ദീപ് എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 10 DYFI പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. വാടാനപ്പള്ളിയിൽ RSS നേതാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് 10 DYFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി 9:30യോടെയാണ് ഗണേശമംഗലം ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് മാരകായുധങ്ങളുമായി എത്തിയ സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. RSS വാടാനപ്പള്ളി മണ്ഡലം കാര്യവാഹക് കരിക്കന്തറ അനിൽകുമാർ, ഏങ്ങണ്ടിയൂർ മണ്ഡലം സേവാ പ്രമുഖ് കോക്കാന്തറ അനിൽകുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ എക്സ് പ്രവർത്തകർ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്കും മുഖത്തും കഴുത്തിലും പുറത്തും കൈക്കാലുകളിലുമായി നിരവധി വെട്ടുകൾ ഏറ്റിട്ടുണ്ട്. പിന്നീടാണ് അനിലിന്റെ ഗണേശമംഗലത്തെ വീടിന് നേരെയും ആക്രമണം നടന്നത്. അനിലിന്റെ വീടും കാറും ബൈക്കും അക്രമികൾ അടിച്ചു തകർത്തു. തകർന്ന ജനൽ ചില്ലുകൾ തെറിച്ച് അനിലിന്റെ ഭാര്യ ശാലിനിക്ക് പരിക്കേറ്റു. ക്ഷേത്രത്തിന്റെ സമീപം RSSന്റെ കൊടിമരങ്ങൾ നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് RSS പ്രവർത്തകർ വെള്ളിയാഴ്ച രാത്രി പ്രകടനം നടത്തിയിരുന്നു. പ്രകടനം കഴിഞ്ഞ് അനിൽകുമാറും 5 പ്രവർത്തകരും ക്ഷേത്ര മൈതാനത്ത് നിൽക്കുമ്പോഴായിരുന്നു അക്രമി സംഘം ആക്രമിച്ചത്. മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു. 5 ആള് വന്നിട്ട് ഒരു വണ്ടി അടിച്ചു പൊളിച്ച് ഇങ്ങോട്ട് കയറി വാതിലും ജനലൊക്കെ അടിച്ചു പൊളിച്ച് കുറെ ഫോഴ്സ് ചെയ്ത് നോക്കിയ ഒരു വാതിൽ തുറക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. ഞങ്ങൾ മൂന്നാളും കൂടെ ഇങ്ങോട്ട് തള്ളി പിടിച്ച് നിന്ന് ഇവിടെ അടുത്തുള്ള ഞങ്ങൾ മൂന്നാളും, ഞാൻ 2 മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വാതിൽ ഞങ്ങൾ മൂന്നാളും അവിടെ നിന്ന് ഇങ്ങോട്ട് ഫോഴ്സ് ചെയ്ത് പിടിച്ചു. അപ്പോൾ ഇതിന്റെ ഇടയിൽ കൂടെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ കൈയിട്ടിട്ട് ഒരുത്തൻ മോളെ അവിടെ തള്ളി. അപ്പൊ മോളുടെ തല ചെന്ന്, മോൾക്കാണെങ്കിൽ ഒരു ആക്സിഡന്റ് കഴിഞ്ഞിരിക്കുന്നതാ, സ്കളൊക്കെ സ്ക്രാച്ച് ആയിട്ട് ഇരിക്കുന്നതാണ്. മോൾ ചെന്ന് അവിടെ അടിച്ചു. അപ്പോഴേക്കും വാതിൽ ഞങ്ങൾ ഒരു കണക്കിന് ലോക്ക് ചെയ്തിട്ടുണ്ടായി. 2 കുറ്റി മാത്രമേ ഇട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഇനി ഇങ്ങോട്ട് ഇറങ്ങടാ, നിങ്ങളെ ഞാൻ കൊല്ലുടാ, നിങ്ങളെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞിട്ട് വടിവാള്, കമ്പികളാണ് അവരുടെ കയ്യിൽ നിറച്ചായിരുന്നു. എനിക്ക് എല്ലാവരും ഞാൻ അറിയണത് ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുകള്. എടത്തിരുത്തി 12ാം വാർഡ് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ KP ധനപാലൻ MP ഉദ്ഘാടനം ചെയ്തു. UDF പഞ്ചായത്ത് ചെയർമാൻ AC അബ്ദുൽ കരീം അധ്യക്ഷനായി. നേതാക്കളായ സുനിൽ അന്തിക്കാട്, KF ഡൊമിനിക്, CC ബാബുരാജ്, CS രവീന്ദ്രൻ, MK ഹസനലി സാഹിബ്, സുരേഷ് കൊച്ചുവീട്ടിൽ എന്നിവർ സംസാരിച്ചു. പൈസ വാങ്ങുന്ന രീതിയിലേക്ക് ഏറ്റവും മോശമായ ദുർഭരണമാണ് ഇടത്തിരുത്തി പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇതിനെതിരെ പ്രതികരിക്കുന്നതിനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ വന്നിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി ജയിച്ചെങ്കിലും കോൺഗ്രസിന് അനുകൂലമായ എല്ലാ സാഹചര്യവും നമ്മുടെ പഞ്ചായത്തിലുണ്ട്, ആ വാർഡിലുമുണ്ട്. അത് നമുക്ക് അനുകൂലമായി എടുക്കുന്നതിന് നമ്മൾ UDFിലെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ബാലകനെ നമുക്ക് പഞ്ചായത്ത് മെമ്പറായി വന്ന പഞ്ചായത്ത് ഓഫീസിലേക്ക് പറഞ്ഞയക്കാൻ കഴിയും. അതിനുവേണ്ടി ഒറ്റക്കെട്ടായി വന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത്. SNDP യോഗം വലപ്പാട് പഞ്ചായത്ത് മൈക്രോ ഫിനാൻസ് വാർഷികവും കുടുംബ സംഗമവും നടത്തി. രാവിലെ കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് ഗജവീരന്റെയും വാദ്യമേളങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ഘോഷയാത്ര നടന്നു. തുടർന്ന് എടമുട്ടം ശ്രീനാരായണ ഹാളിൽ നടന്ന വാർഷികാഘോഷ പരിപാടികൾ SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിന്റെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് താല്പര്യമില്ലെങ്കിൽ തീർച്ചയായും അതിനുള്ള മറുപടി നമ്മൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിലൂടെ അവർക്ക് കൊടുത്തിരിക്കണം. അത് ഏത് സംഘടനയായാലും ഏത് മുന്നണിയായാലും നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രം തിരിച്ചു സ്നേഹിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അല്ലെങ്കിൽ നമ്മളൊന്നും ഒരു വിലയില്ലാത്ത ആളുകളായി മാറും എന്നുള്ളൊരു സംശയം വേണ്ട. ഇവിടെ മറ്റുള്ള ആളുകൾ നോമ്പ് നടത്തുമ്പോഴും അതുപോലെ നിക്കാഹ് നടത്തുമ്പോഴും ഒക്കെ ഓടിച്ചെല്ലുന്ന MLA-മാരുണ്ടെങ്കിൽ ഈ സമുദായത്തിന്റെ പരിപാടികളിൽ പങ്കെടുക്കാൻ അവർക്ക് ഇഷ്ടമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ അവർ പങ്കെടുത്താൽ അവർക്ക് പാർട്ടി വിലക്ക് കൽപ്പിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം തന്നെ SNDP യോഗത്തിന്റെ നേതൃത്വങ്ങളിൽ വന്നുകൊണ്ട് ഞങ്ങളെ പങ്കെടുപ്പിക്കണം എന്ന രീതിയിൽ ഇവിടെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ
പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് വരാൻ അധികം സമയമൊന്നും വേണ്ട. മൈക്രോ ഫിനാൻസ് കോർഡിനേറ്റർ ജയന്തൻ പുത്തൂർ അധ്യക്ഷനായി. കെ മഹേശൻ, മോഹനൻ കണ്ണമ്പുള്ളി, സലിം തഷ്നാത്ത്, പ്രകാശ് കടവിൽ, യമുന രവീന്ദ്രൻ, നരേന്ദ്രൻ തയ്യിൽ, വിശ്വംഭരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇനിയൊരു ഇടവേള.